കൊച്ചിയിൽ 8 കിലോ കഞ്ചാവ് പിടികൂടി. പുല്ലേപ്പടി പാലത്തിന് സമീപത്ത് നിന്നാണ് എക്സൈസ് സംഘം കഞ്ചാവ് പിടികൂടിയത്. ഒരാളെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുകയാണ്. വിഷ്ണു, വലിയ അളവിലാണ് കഞ്ചാവ് പിടികൂടിയിരിക്കുന്നത്. എന്താണ് എക്സൈസ് ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കുന്നത്? കസ്റ്റഡിയിലെടുത്ത ആളുടെ പങ്കാളിത്തം, വിശദാംശങ്ങൾ വിഷ്ണു. ബംഗാൾ സ്വദേശിയാണ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് മനസ്സിലാവുന്നത്. അതായത് എക്സൈസിന്റെ ഓപ്പറേഷൻ ക്ലീൻ സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് വിശദമായ പരിശോധനകൾ ജില്ലയിൽ ഉടനീളം നടക്കുന്നുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായാണ് പുല്ലേപ്പടിയിൽ ഇത്തരത്തിൽ കഞ്ചാവ് വിപണനം നടക്കുന്നുണ്ട് എന്നൊരാൾ കഞ്ചാവുമായി എത്തിയിട്ടുള്ള രഹസ്യവിവരം എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർക്ക് ലഭിക്കുന്നത്. തുടർന്ന് അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് പുല്ലേപ്പടി പാലത്തിന് സമീപം പരിശോധന നടത്തിയത്. ഈ ബംഗാൾ സ്വദേശിയിൽ നിന്ന് ഏകദേശം 8 കിലോളം കഞ്ചാവ് പിടികൂടിയിട്ടുണ്ട്. ഇത് ആർക്കോ വിൽക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്നു എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ഇയാൾ ചില്ലറ വിൽപ്പന നടത്തുന്ന ആളല്ല, മൊത്ത വ്യാപാരം നടത്തുന്ന ആളെന്ന് എക്സൈസ് വ്യക്തമാക്കുന്നുണ്ട്. കൂടുതൽ പേർ ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ട് എന്നുള്ളതാണ് എക്സൈസിന്റെ വിലയിരുത്തൽ. നിലവിൽ അത് അതായത് എണ്ണി തിട്ടപ്പെടുത്തുന്ന നടപടിയിലേക്ക് കടന്നിരിക്കുകയാണ്. അതിനുശേഷം ബാക്കി അന്വേഷണ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നാണ് എക്സൈസ് അറിയിച്ചിരിക്കുന്നത്. ക്ലീൻ സ്റ്റേറ്റിന്റെ ഭാഗമായുള്ള പരിശോധനയിലാണ് 8 കിലോ കഞ്ചാവ് പിടികൂടിയത്. ശരി, ഓപ്പറേഷൻ ക്ലീൻ സ്റ്റേറ്റിന്റെ ഭാഗമായുള്ള പരിശോധന, അതിൽ 8 കിലോ കഞ്ചാവ് പിടികൂടിയിരിക്കുന്നു. കൊച്ചിയിൽ നിന്ന് ഒരാളെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. വിഷ്ണു സുരേഷ് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.